ഒരു സ്ക്വയർ ഫീറ്റിന് നാട്ടിൽ 2000 രൂപയ്ക്ക് പണിയുമ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് പണിയാൻ വേണ്ടിയിട്ട് ഒരാൾ പറയുന്നത് 20 ലക്ഷം രൂപ ബഡ്ജറ്റ്. രണ്ടാമത്തെ കാറ്റഗറി ആൾക്കാർ പറയുന്നത് ഒരു സ്ക്വയർ ഫീറ്റിന് 1800 രൂപ, 1800 × 1000 18 ലക്ഷം രൂപ. വേറൊരാൾ പറയുന്നത് 2250 രൂപ ഒരു സ്ക്വയർ ഫീറ്റിന് ഞാൻ ചെയ്തു തരാം, 22.5 ലക്ഷം രൂപ. ഇങ്ങനെ റേറ്റ് വെച്ചിട്ട് ആൾക്കാർ വിളിച്ച് ചോദിക്കുക 1000 സ്ക്വയർ ഫീറ്റ് പണിയാൻ എത്ര രൂപ വരും. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിക്കേണ്ട. ഈ വീടിൻ്റെ സൈറ്റിൻ്റെ ലൊക്കേഷൻ എനിക്കറിയാമോ? ഒന്നാമത്തെ ചോദ്യം. അവൻ്റെ വീട്ടിൽ ടിപ്പർ ലോറി കയറുമോ, എയ്സ് വണ്ടിയാണോ കയറുന്നത്, ജസ്റ്റ് വീൽ ബാർ ആണോ കയറുന്നതെന്ന് ഞാൻ കണ്ടിട്ട് വഴിയുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. ഏത് മെറ്റീരിയൽ വെച്ചിട്ട് ഈ വീട് പണിയണമെന്നുള്ളതിനെ പറ്റി പറയുന്നില്ല. അവൻ എത്ര മുറി വേണമെന്ന് പറയുന്നില്ല. 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ പ്ലാനിൻ്റെ സ്ക്വയർ ഫീറ്റ് ചാർജാണ് ചോദിക്കുന്നത്. എത്ര റൂംസ് വേണമെന്ന് പറയുന്നില്ല. ഒരു റൂം 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ചുറ്റിനും മാത്രം അണിതിട്ട് 1000 സ്ക്വയർ ഫീറ്റ് ഒരു വലിയ ഹോള് പണിയുവാന്ന് വെച്ചു. ഹോള് പണിതാൽ ഇടയ്ക്ക് പില്ലർ ഇല്ലെങ്കിൽ നമുക്ക് റൂഫിൻ്റെ സമയത്ത് സ്ട്രക്ചർ ചെയ്യുമ്പോൾ സ്പാൻ കൂടും, അതിൻ്റെ കോസ്റ്റ് വേറെയാണ്. 1000 സ്ക്വയർ ഫീറ്റ് ചുറ്റിനും പണിയുള്ള ഭിത്തിയുടെ റേറ്റ് നമ്മളെടുത്തു, അതിൻ്റെ ഫൗണ്ടേഷൻ നമ്മളെടുത്തു. 1000 സ്ക്വയർ ഫീറ്റിനെ കട്ട് ചെയ്തിട്ട് 2 റൂംസ് ആക്കിയെന്ന് വെച്ചു, 500. അപ്പോൾ ഇടയ്ക്കൊരു ഭിത്തി വന്നു, ഇതിൻ്റെ കോസ്റ്റ് എങ്ങനെ വന്നു? അപ്പോൾ ഈ ക്വാണ്ടിറ്റി എടുക്കാതെ നമുക്കൊരിക്കലും സ്ക്വയർ ഫീറ്റ് ചാർജ് പറയാൻ പറ്റും. നമ്മുടെ നാട്ടിൽ കേരളത്തിലൊരു നാട്ടു നടപ്പാണ് സ്ക്വയർ ഫീറ്റ് ചാർജ്.